താങ്കൾക്ക് ഭയമുണ്ടോ? ആത്യന്തികമായി എനിക്കുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിന് നടത്തണമെങ്കിൽ ഈ പറഞ്ഞ സമരസപ്പെട്ട് നിൽക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതെന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഞങ്ങളൊരു ഒരു വിഷയമാണ്. പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കുന്ന താങ്കൾ ദുർബലനല്ലേ? പറ്റാത്ത പ്രശ്നമുണ്ട് എനിക്ക് ഇതിനകത്ത്. ഒറ്റയ്ക്ക് നിൽക്കുന്ന മനു ദുർബലനല്ലേ? അല്ല, ലോകത്തെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യരല്ലേ കൂടുതലുള്ളത്. എല്ലാ മനുഷ്യരും ഒറ്റയ്ക്ക് അവർ സഹകരിക്കുന്നത് ചില ഘട്ടങ്ങളിൽ സഹകരിക്കുന്നു, ബാക്കി എല്ലാ സമയവും മനുഷ്യർ ഒറ്റയ്ക്ക് നിന്നിട്ട്. മനുവിന്റെ ഈ വെളിപ്പെടുത്തലുകൾ പ്രതിസന്ധിയിലേക്കാണോ നയിക്കുക? പാർട്ടിക്ക് അത് ഗുണകരമാവുകയാണോ ചെയ്യുക? മനു എങ്ങനെയാണ് കണക്കാക്കുന്നത്? കാര്യം ഇതിനകം തന്നെ ഞങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ, മറ്റു പ്രതിപക്ഷ കക്ഷികളിലൊക്കെ മനുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചു തുടങ്ങിയിരിക്കുന്നു. അല്ല, അതിനകത്ത് ഈ നമ്മൾ ഒരു തുറന്ന സമീപനം സ്വീകരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ പിന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ നമ്മൾ ഒന്ന് പുറത്ത് പറയുകയും ഉള്ളിൽ വേറൊന്ന് ചെയ്യുകയും ചെയ്യുന്ന രീതികളൊന്നും ഇനി അധികകാലം മുമ്പോട്ട് പോവില്ല എന്നുള്ളതാണ് ഈ സമീപകാലത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് മനസ്സിലാകുന്നത്. ജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് കുറേയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ വിശ്വാസം നിലനിൽക്കണമെങ്കിൽ സ്വാഭാവികമായും നമ്മൾ പുറത്തെന്താണോ പറയുന്നത് അത് പരമാവധി ചെയ്തു കാണിക്കാനും കൂടി പരിശ്രമിക്കുക എന്നുള്ളതാണ്. മനു, ഒരു കാര്യം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ മനുവിന് ഭയമുണ്ട്. നമ്മളൊക്കെ പുറത്ത് പ്രചരിക്കുന്ന വാർത്തകൾ കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇങ്ങനെ നിലപാടെടുത്ത് പാർട്ടിക്ക് പുറത്തു പോവുക, പാർട്ടിക്കിലെ ഒരു ഘടകത്തിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്താൽ പിന്നീട് ഭയപ്പെടേണ്ടി വരും എന്നൊക്കെ പ്രചരിക്കുന്നുണ്ട്. മനുവിന് ഭയമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ സത്യത്തിൽ ഈ പറഞ്ഞ എനിക്ക് ഭയപ്പെടണമെങ്കിൽ ഞാൻ ആരെങ്കിലും കൊല്ലാൻ പോയിട്ടില്ല, പിന്നെ ഇതിനൊന്നും പോയിട്ടില്ല, ദ്രോഹിക്കാനൊന്നും പോയിട്ടില്ല. ഞാനിങ്ങനെ ചില അഭിപ്രായങ്ങൾ സാമൂഹ്യമായും രാഷ്ട്രീയമായും പറഞ്ഞ കാര്യങ്ങളുടെ മേലെ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത്. അത് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ആടിക്കളിക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഉറച്ച നിലപാടുമായിട്ട് ഞാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിപ്പം നിശബ്ദമായി നിൽക്കുകയാണ്. ഞാൻ എനിക്ക് നേരത്തെ സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത ചില കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് വായനയും കുറച്ച് എഴുത്തും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ ഇനി എന്നെ ആർക്കെങ്കിലും കൊല്ലണമെന്ന് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന മനുഷ്യനല്ലേ, വളരെ ഈസി ആയിട്ട് കൊല്ലാൻ സാധിക്കും. എനിക്കതിനകത്ത് ഭയമൊന്നുമില്ല. ഓക്കെ മനു, ഇപ്പോൾ എന്താ ചെയ്യുന്നത് ബൈ പ്രൊഫഷൻ? ഞാൻ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുൾ ടൈം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് മാറിയിട്ടൊരു പുതിയ കാര്യത്തിലേക്ക് ഇതുവരെ കടന്നിട്ടില്ല. നേരത്തെ തന്നെ എനിക്കുണ്ടായിരുന്ന ചില സംരംഭങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തക്കാർക്ക് കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നുണ്ട്. പിന്നെ കുറച്ച് ഞാനീ പറഞ്ഞ പോലെ ഞാൻ കുറച്ച് എഴുത്തൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ എഴുത്ത് കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം എന്ന് വിചാരിക്കുന്നു. ഒറ്റ കാര്യം കൂടി ചോദിച്ചാൽ എനിക്കറിയാം ഏറെ സമയമായി എന്നറിയാം, പക്ഷേ മനു വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ തടസ്സപ്പെടുത്താതെ പോയത്. മനു, ഈ വിവരങ്ങളെല്ലാം മനുവിനെ മനസ്സിലാക്കുന്ന ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവിനോട് മനു പറഞ്ഞിട്ടുണ്ടോ ഈ പുറപ്പെട്ട് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു വരുന്ന ഘട്ടത്തിൽ? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ അടുത്ത കാലത്തൊന്നും ഞാൻ സംസാരിച്ചിട്ടില്ല. നേരത്തെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയോടാണോ? ഒരുപക്ഷെ അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ നമ്മൾ CPM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്ന് ഒരു വലിയ ശൂന്യത ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന നേതൃത്വമൊക്കെ ആയിരുന്നെങ്കിൽ ഇത് കുറച്ചുകൂടി കൃത്യമായി കേൾക്കാനും പരിഹരിക്കാനും തയ്യാറാകുമായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴത്തെ നേതൃത്വത്തിലുള്ളവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ലാതെ ഇതൊന്നും വിഷയമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. സംഭവിക്കാം. എനിക്കറിയില്ല. ഞാൻ കോടിയേരിൻ്റെ ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തി. കോടിയേരിക്ക് പക്ഷെ കോടിയേരി അന്നപ്പം ഞാൻ ഇത് ശ്രദ്ധയിൽപ്പെടുത്തി. ഞാൻ കത്ത് കൊടുക്കുന്നതിൻ്റെ പിറ്റേ ആഴ്ച അദ്ദേഹം വീണ്ടും ആശുപത്രിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിനെ ശ്രദ്ധിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി നല്ല നിലയിൽ പരിഹരിക്കപ്പെട്ടേനെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ആളുകൾക്കൊന്നും ഇത് കേൾക്കാനോ അറിയാനുള്ള താല്പര്യമില്ലാത്തതിൻ്റെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, വ്യക്തമാണ് മനു. തൽക്കാലം നമുക്കിതിവിടെ അവസാനിപ്പിക്കാം.
മനു സുരക്ഷിതമായിരിക്കുക. മനുവിൻ്റെ സ്വതന്ത്രമായ ചിന്തകളുമായി തന്നെ മുന്നോട്ട് പോവുക. അപ്പോഴും സഖാവായിരിക്കാൻ തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നാണ് മനു പറയുന്നത്. താങ്ക് യു മനു, തുറന്നു പറഞ്ഞതിന്. മനു തോമസ് ആണ് നമുക്കൊപ്പം ചേർന്നത്. CPM-ന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമാണ്, ഒപ്പം DYFIയുടെ മുതിർന്ന നേതാവാണ്. മനു ഇപ്പോൾ CPM പാർട്ടിയിലില്ല. കഴിഞ്ഞ 15 മാസമായി പാർട്ടി പ്രവർത്തനത്തിൽ സജീവമല്ലാത്തതുകൊണ്ട് അദ്ദേഹം സ്വയം ഒഴിവായിരിക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാർട്ടിക്കെതിരെ ഗുരുതരമായ ചില വെളിപ്പെടുത്തലുകളും ഒപ്പം തന്നെ പ്രതികരണങ്ങളുമാണ് മനു തോമസ് ഈ പ്രഭാതത്തിൽ നടത്തിയിരിക്കുന്നത്.